സുഹൃത്ത്, മഹാരാഷ്ട്രയിൽ കാവി സുനാമി. മഹാരാഷ്ട്ര ഇതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് NDA അവിടെ വിജയിച്ച് കയറിയത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ശിവസേനയ്ക്കുള്ള മറുപടിയാണോ മഹാരാഷ്ട്രയിൽ ജനങ്ങൾ കൊടുത്തത്, അല്ലെങ്കിൽ ഫട്നാവിസിനോടുള്ള സ്നേഹമാണോ? എന്തായാലും തുടർച്ചയായി കുറേ തിരഞ്ഞെടുപ്പുകളായി അവിടെ BJPയുടെ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ 2014 വരെ അവിടെ BJPയേക്കാൾ ശിവസേനയ്ക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം. കാരണം NDA മുന്നണിയാണെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ശിവസേനയായിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയും അമിത്ഷാ സഖ്യം വന്നതിന് ശേഷമായിരുന്നു സ്വന്തമായി തന്നെ BJPക്ക് അവിടെ ശക്തിയുള്ളതായി ഈ അണികളെ തന്നെ ബോധ്യപ്പെടുത്തുകയും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ BJPയോടെ മത്സരിക്കുകയും 100-ലധികം സീറ്റ് നേടുകയും ചെയ്തു. ഫട്നാവിസ് തന്നെ, ദേവേന്ദ്ര ഫട്നാവിസ് 5 വർഷം അവിടെ ഭരണത്തിലെത്തുകയായിരുന്നു. അതിനിടയിൽ തന്നെ പിന്നീട് ഉണ്ടായിരുന്ന 5 വർഷം മുൻപുള്ള 2ാം തവണയും ഈ ഫട്നാവിസിൻ്റെ തന്നെ മികച്ച വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ വീണ്ടും ജനങ്ങൾ BJPയെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. കാരണം ശിവസേനയും BJPയുമായി അന്ന് സഖ്യത്തിലായിരുന്നു. 105 സീറ്റ് BJP, അതോടൊപ്പം തന്നെ 56 സീറ്റ് ശിവസേനയെ നേടിയിരുന്നു. ആ സമയമായിരുന്നു ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നത്. പക്ഷേ മുൻപ് അവിടെ ഭരണം നടത്തിയിരുന്ന ഫട്നാവിസാണ്. അതിനാൽ തന്നെ തുടർച്ചയായി 2ാം വട്ടവും അദ്ദേഹമായിരുന്നു അതിന് അവകാശപ്പെട്ട ഒരാൾ. പക്ഷേ ഈ അധികാരമോഹം കൊണ്ട് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയാണ്. പൊതുവെ ഈ താക്കറെ കുടുംബം, ഉദ്ധവ് താക്കറെയുടെ പിതാവായാലും അദ്ദേഹമായിരുന്നു ശിവസേന രൂപീകരിച്ചത്. അവർ ഈ മത്സരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ എല്ലാ ചുമതലകളും വഹിക്കുമെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പൊതുവെ വിട്ടു നിൽക്കുകയാണ്. കാരണം ശിവസേനയ്ക്ക് തന്നെ അധികാരം ലഭിച്ചപ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചില്ല. അതെല്ലാം കൊണ്ട് തന്നെയാണ് ജനങ്ങളും അംഗീകരിച്ചിരുന്നു. പക്ഷേ ഈ അധികാരമോഹം കൊണ്ട് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി. പക്ഷേ അപ്പോഴും ശിവസേനയെ പിളർത്താൻ BJP തയ്യാറായില്ല. കുറച്ച് വർഷം അങ്ങനെ പോകുമ്പോഴായിരുന്നു അദ്ദേഹം ഈ മതേതരത്വ നിലപാടെന്ന് പറഞ്ഞ് അവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിനെതിരെയായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു BJP ശിവസേനയെ പിളർത്തുകയും ഏകനാഥ് ഷിൻഡെയ്ക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയും ചെയ്തു. പിന്നീട് NCPയിൽ നിന്നും അജിത് പവാർ ഉൾപ്പെടെയുള്ളവരെ ഈ മറുകണ്ഠത്തിൽ എത്തിച്ച് മഹായുദ്ധി സഖ്യം രൂപീകരിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ ഈ 2024 ഇലക്ഷനിൽ ഈ മഹായുദ്ധി സഖ്യത്തിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ BJP മുൻകാലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 41-ലധികം സീറ്റ് ഉണ്ടായിരുന്നു. NDA സഖ്യത്തിന് ശിവസേനയ്ക്ക് 18, BJPക്ക് 23 സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ 3 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP മഹാരാഷ്ട്രയിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഈ മഹാവികാസ് അഘാടി, കോൺഗ്രസും NCP ശിവസേനയും ഉൾപ്പെടെയുള്ള സഖ്യം 31-ലധികം സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP വെറും 9 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അജിത് പവാറിന് 1 സീറ്റും അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റും മാത്രം. അത്തരത്തിൽ വലിയ തിരിച്ചടി. 48 സീറ്റിൽ എതിർപക്ഷം 31 സീറ്റ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം തന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലായിരുന്നു. വീണ്ടും ഈ മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന രീതിയിൽ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അതിൽ ഏറ്റവും കൂടുതൽ സജീവമായി ഉണ്ടായിരുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ ഗുജറാത്തിൽ ചുമതലക്കാരനായി അയച്ചിരുന്നു. അദ്ദേഹം അവിടെ പോയി BJP ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചിട്ടാണ് തിരിച്ചു വന്നത്. കാരണം 160 BJPയുടെ ചുമതലക്കാരനായിട്ടാണോ പോയത്? ഇല്ല, അതാണ് അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു. അതൊക്കെ ഇപ്പൊ മഹാരാഷ്ട്രയിലും ചരിത്ര വിജയമാണല്ലോ BJP. അതെ, മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഗുജറാത്തിലും ഇദ്ദേഹം പോകുന്നത് തന്നെ ചിലപ്പോൾ BJPക്ക് ചരിത്ര വിജയം സമ്മാനിക്കാനാണ്. BJP തോക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അതാണ്. കാരണം നരേന്ദ്രമോദി ആയിരുന്നു അന്ന് മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നത്. കാരണം ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയേക്കാൾ കഴിവുള്ളവർ അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും ഇപ്പോൾ ലഭിക്കുന്ന സീറ്റുകൾ അവർക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി അന്ന് 140, 120 ആ റേഞ്ചിലാണ് സീറ്റുകൾ നേടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്ന് അവിടെ ഗുജറാത്തിലേക്ക് പോകുന്നു. ചരിത്രത്തിൽ BJP 160 സീറ്റിലേക്ക് പോകുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ BJP തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരു മഹാരാഷ്ട്ര പോലുള്ള ഇത്രയും പാർട്ടികളുണ്ട് അവിടെ, ചെറുതും വലുതുമായി ജാതി പാർട്ടികളും സംഘടന, CPM വരെ അവിടെ 2 MLA-മാരെല്ലാം ഉള്ള. CPM അവിടെ സവർക്കറെ ആരാധിക്കുന്നുണ്ട്. അതെ, അത്രത്തോളം ഉള്ള ഒരു വലിയ
ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിൽ ഇതാ 157 സീറ്റിൽ എന്തോ ആണ് BJP മത്സരിച്ചത്. 150 140 മത്സരിച്ച BJPയോട് 136ഓളം സീറ്റ് ലഭിക്കുകയാണ്. ആകെ അതാണ് 288 അതിൻ്റെ ഈ 150 സീറ്റിൽ മത്സരിക്കുന്ന BJPക്ക് 136 എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു മത്സരമായി പോയി. കാരണം ഇനി ടോട്ടൽ 145 ഉണ്ടെങ്കിൽ ഭരിക്കാനുള്ള സീറ്റ് ലഭിക്കുകയാണ്. ഇനി ഈ BJPയുടെ കൂടെ നിൽക്കുന്നവരെ പിന്തുണ പോലും വേണ്ട, ഏതെങ്കിലും സ്വതന്ത്രരെ ഉൾപ്പെടുത്തി ഭരിക്കാനുള്ള രീതിയിലേക്ക് BJP അവിടെ ഇത്രയും വലിയ വിജയം സ്വന്തമായി. ഈ ചരിത്രത്തിൽ തന്നെ, മഹാരാഷ്ട്രയിലെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു വിജയത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കോൺഗ്രസ് എന്തായാലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ ഹരിയാനയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ എല്ലാം മെയിൻ കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ BJP അണികളും പൂർണ്ണമായി തകർന്നു. ഇനി വരുന്ന കാലം തങ്ങൾക്കല്ലെന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ കടയുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഹരിയാനയിലുണ്ടായ വിജയം. ഈ ഹരിയാനയിലുണ്ടായ വിജയത്തിന് പിന്നാലെയാണ് RSS മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് മാസങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ RSSൻ്റെ വലിയ പിന്തുണ മഹാരാഷ്ട്രയിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം RSSൻ്റെ ആസ്ഥാനം മഹാരാഷ്ട്ര നാഗ്പൂരിലാണല്ലോ. 1925 ആരംഭിച്ച പ്രസ്ഥാനത 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ വേണം എന്നത് RSSൻ്റെ തന്നെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. എന്തായാലും BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. BJPയുടെ എല്ലാ നേതാക്കളും, മുൻനിര നേതാക്കളെല്ലാം വിജയിച്ച് കയറുന്നു. BJP ഈയിടെയായിട്ട് ജയിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രപരമായിട്ടുള്ള വിജയമാണ് നേടുന്നത്. ഹരിയാനയിലും അതായിരുന്നു. BJP ഇതുവരെ അത്ര സീറ്റ് 49 സീറ്റ് നേടി, അത്ര സീറ്റിലോട്ട് വന്നിട്ടില്ല. മഹാരാഷ്ട്ര ഇത് ചരിത്ര വിജയം എന്ന് പറഞ്ഞാലും പോരാ, കാരണം ഇത് ഞെട്ടിക്കുന്ന വിജയമാണ് BJP അവിടെ കിട്ടിയത് അല്ലേ? അതല്ലേ, ഹരിയാന മുൻപെല്ലാം ആ രീതിയിൽ പാർട്ടികൾ വിജയിക്കുന്നുണ്ടല്ലോ, വലിയ 50-60. പക്ഷെ എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല എന്ന കരുത്തനായ നേതാവിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കടന്നുകയറ്റം ഇനി ഞാൻ കാത്തിരിക്കുന്നത് അടുത്ത ഏത് സംസ്ഥാനത്താണ് ഇദ്ദേഹത്തിന് ചുമതല കൊടുക്കുന്നതെന്നാണ് കാത്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ അദ്ദേഹം ദേശീയ നേതാവ്, ഗുജറാത്തായി, മഹാരാഷ്ട്ര, ഇനി അടുത്ത രാജസ്ഥാൻ വഴി കൂടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടുകൂടി അവിടെയും BJP അധികാരത്തിലേറി. എന്തായാലും BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശിവസേനകൾ തമ്മിലുള്ള മത്സരത്തിലും ഈ ഉദ്ധവ് താക്കറെയും ഏകനാഥ് ഷിൻഡെയും തമ്മിലുള്ള മത്സരമുണ്ടല്ലോ, ആ പാർട്ടികൾ തമ്മിലുള്ള ആ മത്സരത്തിലും വലിയ മിന്നും വിജയമാണ് BJPയുടെ കൂടെ നിൽക്കുന്ന ഷിൻഡെയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഷിൻഡെയ്ക്ക് 55 സീറ്റ് നേടുകയും ശിവസേന ഉദ്ധവ് വിഭാഗം വേറെ 20 സീറ്റിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ പാർട്ടി, ആ പാർട്ടി 40 സീറ്റിലധികം നേടിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 1 സീറ്റിൽ ചുരുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരാജയത്തിന് പിന്നാലെ RSS അതോടൊപ്പം തന്നെ BJP നേതാക്കളെല്ലാം ഈ അജിത് പവാറിനെതിരെ തിരിഞ്ഞിരുന്നു. BJPയിൽ അജിത് പവാറിനെ എത്തിച്ചതിനെതിരെയാണ് തിരിഞ്ഞത്. കാരണം അജിത് പവാർ എപ്പോഴും ഈ അഴിമതി കേസുമായി എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വീരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവാണ് BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമാക്കിയതായിരുന്നു അന്ന് അണികളുടെ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റെണ്ണത്തിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് 40 സീറ്റും ശരത് പവാറിൻ്റെ പാർട്ടിക്ക് വെറും 11 സീറ്റിൽ ഒതുങ്ങുകയാണ്. ഒരു കാലത്ത് മഹാരാഷ്ട്രയെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഈ നമ്മുടെ ശരത് പവാർ വെറും 11 സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോഴും അവിടെ എത്ര വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായതെന്നും അത്ഭുതപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസും വെറും 20 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ കഴിഞ്ഞിരുന്നു. 13 സീറ്റോടെ വലിയ ഒറ്റകക്ഷിയായ പാർട്ടിയാണ് നിലവിൽ വെറും 25 സീറ്റിൽ താഴെ ചുരുങ്ങുന്നത്.